ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷേ ഞാൻ പോകുന്നതിന് മുമ്പ് നിനക്കെല്ലാം നേടി തന്നിട്ടേ പോകൂ. നിന്നെ ചതിച്ചവരൊക്കെ അനുഭവിക്കണം. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിനക്ക് തിരിച്ചു കിട്ടണം. അതെ, മുത്തശ്ശി നേടിത്തരും. മോളെ 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 അച്ഛനമ്മയും ഒക്കെ മനസ്സിലായില്ലേ? ആരാ നിങ്ങളൊക്കെ? അയ്യോ മോളെ, എന്റെ മോളെ അയ്യോ മോളെ. ഞാൻ കുറച്ച് അപ്പുറത്ത് വെച്ച് ആ ഓട്ടോറിക്ഷക്കാരന് കാശ് കൊടുത്തായിരുന്നു. അതിനിടയ്ക്ക് മോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇത് നിങ്ങളുടെ മോള് തന്നെയാണോന്ന് നിനക്ക് സംശയമുണ്ടോ ദേവാ? ഇവള് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. കരഞ്ഞ് കാല് പിടിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്റെ മോള് ജീവിച്ചിരിക്കുന്നുണ്ട്, അവളെ കണ്ടെത്തണമെന്ന്. അതിനു പകരം നിങ്ങൾ എന്നോട് എന്താ ചെയ്തത്? എന്നെ മുഴുവൻ ഭ്രാന്തിയാക്കി. അതിന്റെ പേരിൽ ചികിത്സ നടത്തി. അത് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാ അമ്മ. നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് വല്ല കണക്കും ഉണ്ടോ? ഇവള് മരിച്ചു എന്ന വാർത്ത കേട്ടിട്ട് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ ഇവളുടെ ഭർത്താവിന് നിങ്ങൾ രാധികയെ വിവാഹം കഴിച്ചു കൊടുത്തില്ലേ? ഇപ്പൊ ഇവളുടെ മാനസിക നില തെറ്റിയിരിക്കുക. അതെന്തെങ്കിലും ഒരു ദിവസം നേരെ ആവും. അന്ന് എന്താ അച്ഛനും അമ്മയ്ക്കും മോളോട് പറയാനുള്ളത്? അമ്മേ, ഒന്നും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലോ. എടാ, ആരറിഞ്ഞോണ്ടല്ലെന്ന്? നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച രാധികയില്ലേ? അവൾക്കേ ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് അറിയാം. എന്റെ മോളെ ചതിച്ചതും ബാക്കിയുള്ള സകലരെയും ചതിച്ചതേ അവളാ. അവളോട് കണക്ക് ചോദിക്കാൻ തന്നെയാ ഞാൻ എന്റെ പ്രിയങ്ക മോളെയും കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നത്. അമ്മേ, മോളെ ഞങ്ങൾ തിരിച്ചറിയുന്നില്ല. അമ്മ, അവളോടൊന്ന് പറ. എന്തിനാ? ഇവള് നിങ്ങളെ തിരിച്ചറിയുന്നില്ലെങ്കിലേ അതെ നിങ്ങളുടെ കർമ്മദോഷമായിട്ട് കൂട്ടിയാ മതി. സത്യസന്ധമായിട്ട് നെഞ്ചിൽ കൈവച്ച് പറ, ഇവളെ ഈ പ്രിയങ്കയെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ നല്ലത് ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ എനിക്ക് എന്റെ മോളെ വേണമായിരുന്നു, ജീവനോടെ വേണമായിരുന്നു. ദേവാ, ഒന്ന് നീ മനസ്സിൽ വെച്ചോ. അച്ഛനമ്മമാരെ തിരിച്ചറിയാതെ ഇവൾ ഇന്ന് ഈ നിലയിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലേ അതിന്റെ കാരണക്കാരി നിങ്ങൾ കൂടിയാ. അതിന്റെ ശാപത്തിന്ന് നിങ്ങൾക്കൊന്നും പുറത്തു കിടക്കാൻ പറ്റില്ല. മോള് വാ. മോളെ വാ മോളെ. ദേവേട്ട, അമ്മ ഇനി ഒരുപാട് സംസാരിക്കും. അതൊക്കെ നമ്മളെ കുറ്റപ്പെടുത്താൻ മാത്രമായിരിക്കും. കൂടുതലൊന്നും പ്രതികരിക്കാൻ നിൽക്കണ്ട. അവൾ എന്താ ദേവേട്ട ഇങ്ങനെ ഇവിടെ എത്തിയിട്ട് പോലും? വിധി, ആ ഒരു വാക്കേ ഉള്ളതിന് മറുപടി. ഇനി എന്താന്നുള്ളത് ദൈവം തീരുമാനിക്കട്ടെ. കൊള്ളാടി മോളെ, ഈ കുട്ടിക്കളി കൊള്ളാം. നിന്നോട് അവര് ചെയ്ത ദ്രോഹത്തിനെ കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചപ്പോഴേ രണ്ടുപേരും കണ്ണും തള്ളി നിന്ന നിപ്പ് കണ്ടോ? അവരുടെ മുമ്പിൽ ഒട്ടും വയ്യാത്തവളായി നീ ഇതുപോലെ നടക്കണം. നിന്റെ ഓരോ നടത്തത്തിലും ദേവന്റെയും യശോദയുടെയും ഉള്ളു പൊള്ളണം. അയ്യോ, ഞങ്ങളുടെ മോളോട് ഞങ്ങൾ തെറ്റ് ചെയ്തു പോയല്ലോന്നും പറഞ്ഞ് ഉണ്ണാതെ ഉറങ്ങാതെ രണ്ടാടും വലയണം. മുത്തശ്ശി പതുക്കെ. ഞാൻ പലതരത്തിലും ആലോചിച്ചു മുത്തശ്ശി.
വെറുതെ ഓർമ്മയില്ലാത്തവളായി അഭിനയിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ നടന്ന കുറെ ദിവസം കഴിയുമ്പോ അവരെന്നെ മറന്നു കളയും. ഉം. പക്ഷേ കുഞ്ഞുങ്ങളുടെ പോലെ ആവുമ്പോ എനിക്ക് എവിടെയും ചെല്ലാം, ആരുടെ മുന്നിലും ചെന്ന് നിക്കാം. അത് ശരിയാ. അച്ഛനമ്മമാരുടെ മുമ്പിൽ മാത്രമല്ല, രാധികയുടെ മുമ്പിലും വരുണിന്റെ മുമ്പിലും കണിമംഗലത്തുകാരുടെ മുമ്പിലും ഒക്കെ ഇത് തന്നെ മതി. ഇത് മുത്തശ്ശി എവിടെ നിന്ന് എടുത്തതാ? ഞാൻ നിന്റെ പെട്ടിന്ന് എടുത്തതാടി. ദേവനോടും യശോദയോടും എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടാ ഞാൻ ഈ ഫോട്ടോയുടെ അടുത്ത് വന്നിരുന്നാ സംസാരിക്കുന്നേ. ഇതിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാ നിനക്കൊന്നും പറ്റിയിട്ടില്ല, നീ ഈ ഭൂമി തന്നെ ഉണ്ടെന്ന വിശ്വാസം ഉറച്ചത്. എത്ര കരഞ്ഞിട്ടുണ്ടെന്നറിയോ ഇതിന്റെ മുമ്പിലിരുന്ന്. മുത്തശ്ശി, നിന്റെ കൂടെ നിൽക്കുന്നതിന്റെ പേരില് എന്നെ എത്ര വേണമെങ്കിലും എല്ലാവരും കുറ്റം പറഞ്ഞോട്ടെ. പക്ഷേ നിനക്കൊരു വീഴ്ച വന്ന നിന്നെ താങ്ങാനേ മുത്തശ്ശി ഉണ്ടാവും. മുത്തശ്ശി, എന്റെ ഭാഗ്യമാ മുത്തശ്ശി. മുത്തശ്ശിക്കല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ എന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. മുത്തശ്ശിക്ക് എപ്പോ വേണമെങ്കിലും മുകളിൽ നിന്നുള്ള വിളി വരും. പക്ഷേ ഞാൻ പോകുന്നതിന് മുമ്പ് നിനക്കെല്ലാം നേടി തന്നിട്ടേ പോകൂ. നിന്നെ ചതിച്ചവരൊക്കെ അനുഭവിക്കണം. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിനക്ക് തിരിച്ചു കിട്ടണം. അതെ, മുത്തശ്ശി നേടിത്തരും.